കെ.എൻ. പണിക്കരെ പോലെയുള്ള വിഖ്യാതനായ ഒരു ചരിത്രകാരൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഇത്ര സമയം നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറായതിൽ അത് ശ്ലാഘനീയമായിട്ടുള്ളൊരു ഏർപ്പാടായിട്ട് ഞാൻ കാണുന്നു. എറിക് ഹോബ്സ്ബാം എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള മാർക്സിസ്റ്റ് ചരിത്രകാരൻ ചരിത്രത്തിന് ഒരു ബോംബ് ഫാക്ടറി ആവാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണമുണ്ട്. ഏതാണ്ട് ചരിത്രം ഇന്ത്യയിൽ, വർത്തമാന ഇന്ത്യയിൽ ഒരു ബോംബ് ഫാക്ടറി ആവുന്ന കലുഷിതമായ ഒരു കാലത്താണ്. കലുഷിതമായ കാലം എന്നുള്ളത് കെ.എൻ. പണിക്കരുടെ ആത്മകഥയുടെ പേര് കൂടിയാണ്. അപ്പോൾ കലുഷിതമായൊരു കാലത്താണ് നമ്മൾ പണിക്കർ സാറിൻ്റെ സ്മരണയെക്കുറിച്ച് അല്ലെങ്കിൽ പണിക്കർ സാറെക്കുറിച്ച് ഓർക്കുന്നത്. ആരായിരുന്നു പണിക്കർ സാർ എന്ന് ചോദിച്ചാൽ, എന്നെ പോലുള്ളൊരു ചരിത്ര വിദ്യാർത്ഥി പലതരത്തിൽ അദ്ദേഹത്തെ കാണാൻ പറ്റും. ഒന്നാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ നിഷ്കൃഷ്ടമായിട്ടുള്ള അപഗ്രഥന പാടവം കൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള ചരിത്ര വിദ്യാർത്ഥികളെ വിസ്മയിപ്പിച്ച പ്രഗത്ഭനായ ഒരു ചരിത്രകാരൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് പണിക്കരെ ഒന്നാമതായിട്ട് കാണാൻ പറ്റും. മതനിരപേക്ഷ, മാനവിക, ബഹുസ്വര സംസ്കൃതിയുടെ നിലനിൽപ്പിനായിട്ട് ഇടതടവില്ലാതെ നടത്തിയ ഇടപെടലിൻ്റെ പേരായിട്ട് നിങ്ങൾക്ക് പണിക്കരെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു വ്യവസ്ഥയെ നിരന്തരമായി ശല്യം ചെയ്ത പെർമനൻ്റ് ഡിസ്റ്റർബർ ഓഫ് സ്റ്റാറ്റസ് കോ എന്നാണ് എഡ്വാർഡ് സെയ്ദ് ബുദ്ധിജീവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിർവചനം. ആ അർത്ഥത്തിൽ നിരന്തരമായി തൽസ്ഥിതിയെ, വ്യവസ്ഥയെ ശല്യം ചെയ്ത ഒരു പക്ഷേ ഇന്ത്യൻ ഫാസിസ്റ്റുകളുടെ പേടി സ്വപ്നമായ ഒരു പൊതു ബുദ്ധിജീവിയായിരുന്നു കെ.എൻ. പണിക്കർ. ഇങ്ങനെ 3 തരത്തിൽ എനിക്ക് പണിക്കരെ ആദ്യമായിട്ട് അടയാളപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ആദ്യം വരുന്ന നിഷ്കൃഷ്ടമായിട്ടുള്ള അപഗ്രഥന പാടവം കൊണ്ട് വിസ്മയിപ്പിച്ചത്, ആദ്യമായിട്ട് അദ്ദേഹം വിസ്മയിപ്പിച്ചത് നേരത്തെ ആരാമ്പറം പറഞ്ഞ എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന 1989 ഇറക്കിയിട്ടുള്ള പുസ്തകത്തിലൂടെയാണ്. മലബാർ കലാപത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളൊക്കെ കൂടുതൽ വായിച്ചിട്ടുണ്ടാവും. കീത്ത് ജെങ്കിൻസ് എന്ന് പറയുന്ന ഒരു ആധുനികോത്തര ചരിത്രകാരുണ്ട്. അപ്പം അദ്ദേഹത്തോട് ചരിത്രരചനയുടെ വർത്തമാനാവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, അത് ഏതാണ്ട് ഒരു ബേക്കറി പോലെയാണെന്നോ. ബേക്കറി പോലെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല. അപ്പം അദ്ദേഹം പറയുകയാണ്, കീത്ത് ജെങ്കിൻസ് പറയുകയാണ്, നിങ്ങൾ ഒരു പ്രത്യേക സംഭവത്തിൻ്റെ പുസ്തകം ഒരു ബുക്ക് സ്റ്റാളിൽ ചെന്ന് ചോദിച്ചാൽ ആ ബുക്ക് സ്റ്റാൾ വേണ്ടർ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് ഏത് പുസ്തകമാണ്, ഏതുപോലെ ബേക്കറിയിൽ നിങ്ങൾ പോയിട്ട് ഒരു റൊട്ടി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടയുടമ ചോദിക്കും, വാട്ട് ഈസ് യുവർ കള്ളിനറി പർപ്പസ്, നിങ്ങൾ എന്ത് പാചക ഉദ്ദേശത്തോടു കൂടിയാണ് ഈ റൊട്ടി വാങ്ങുന്നത്? അപ്പം നിങ്ങൾ ബർഗർ ഉണ്ടാക്കാനാണോ? എങ്കിൽ നിങ്ങൾ വട്ടത്തിലുള്ള റൊട്ടി കൊണ്ടുപോയിക്കോളൂ. അതല്ല, നിങ്ങൾക്ക് സാൻഡ്വിച്ചാണ് നിങ്ങളുടെ പാചകോദ്ദേശമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ചതുരത്തിലുള്ള റൊട്ടി കൊണ്ടുപോയിക്കോളൂ. ഏതാണ്ട് അതുപോലെയാണ് ആധുനികോത്തര കാലത്തെ ചരിത്രരചന എന്നാണ്. അപ്പം ഞാനതിനെ വേണമെങ്കിൽ മലബാർ കലാപ പഠനവുമായിട്ട് സമീകരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ TBS പോയിട്ട് എനിക്കൊരു മലബാർ കലാപ പഠന പുസ്തകം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TBS വേണ്ടത് എന്ത് പറയും? നിങ്ങൾക്ക് ഏത് പെർസ്പെക്റ്റീവിലുള്ള മലബാർ കലാപ പഠനമാണ് വേണ്ടത്? നിങ്ങൾക്കൊരു പക്കാ റിഡക്ഷനിസ്റ്റ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിലുള്ള മലബാർ കലാപ പഠനമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ബ്രിട്ടീഷ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയനായിട്ടുള്ള കൊർണാഡ് വുഡിൻ്റെ പുസ്തകമായി മാപ്പിള റെബല്യൻ എന്നുള്ള പുസ്തകം കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും. അതല്ല, നിങ്ങൾക്കൊരു പക്ക റിവിഷനിസ്റ്റ് പൊസിഷനിലുള്ള പെർസ്പെക്റ്റീവിലുള്ള ഒരു മലബാർ കലാപ പുസ്തകമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ സ്റ്റീഫൻ ഡെയിലിൻ്റെ പുസ്തകം കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും. അതല്ല, നിങ്ങൾക്കൊരു സ്ത്രീപക്ഷ
വായനയാണ്, മലബാർ കലാപത്തിൻ്റെ സ്ത്രീപക്ഷ വായനയാണെങ്കിൽ നിങ്ങൾ പി ഗീത ടീച്ചറുടെ പുസ്തകം കൊണ്ടുപോയിക്കോളൂ. അതല്ല, നിങ്ങൾക്കൊരു വാമൊഴി ചരിത്ര പരിപ്രേക്ഷ്യത്തിലുള്ള പുസ്തകമാണെങ്കിൽ നിങ്ങൾ ഷംസാദ് ഹുസൈൻ്റെ പുസ്തകം കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും. അതല്ല, നിങ്ങൾക്കൊരു ആധുനികോത്തര പോസ്റ്റ് മോഡേൺ പെർസ്പെക്റ്റീവിലുള്ളതാണ് നിങ്ങൾ എ ടി അൻസാരിയുടെ പുസ്തകം കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും. ഇങ്ങനെ നിങ്ങൾക്ക് പല പേഴ്സ്പെക്റ്റീവിലുള്ള പുസ്തകങ്ങൾ മലബാർ കലാപത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് 100-ാം വാർഷികമൊക്കെ ആയപ്പോൾ വീണ്ടും കൂടുതൽ പഠനങ്ങൾ. അവിടെയാണ് കെ.എൻ. പണിക്കർ ഈ പുസ്തകങ്ങൾക്കൊക്കെ ശേഷം 1989 എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകം വരും. എന്താണ് ഈ പുസ്തകത്തെ ഈ പറയുന്ന പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? എന്താണ് കെ.എൻ. പണിക്കർ പുതിയ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ ഈ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു മലബാർ കലാപ പഠനത്തിൽ നിന്നാണ് പണിക്കർ സാറെ ടെ കോൺട്രിബ്യൂഷനെക്കുറിച്ച് നമ്മൾ ചർച്ച ആരംഭിക്കേണ്ടതെന്ന് തോന്നുന്നു. അപ്പം പണിക്കർ സാർ അദ്ദേഹത്തിൻ്റെ കലുഷിതമായ കാലം എന്ന് പറയുന്ന ആത്മകഥയിൽ പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ നാടെന്ന് പറയുന്ന ഗുരുവായൂരിന് തൈക്കാട് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് മലബാർ കലാപം, അപ്പം ഞാൻ പറയുന്നു, അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ വർഗീയതക്കെതിരായിട്ട് അവിരാമം നിരന്തരമായിട്ട് അരനൂറ്റാണ്ട് കാലം പ്രവർത്തിച്ചൊരു മനുഷ്യനാണ്. ആ വർഗീയതക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു ഈ മലബാർ കലാപ പഠനവും. കാരണം അദ്ദേഹം പറയുന്നത്, കലുഷിതമായ കാലത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഈ പറയുന്ന തൈക്കാട്ടെ ഗ്രാമത്തിലെ മുസ്ലിം പള്ളിക്കും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ചിനുമൊക്കെ സംഭാവന കൊടുക്കുന്ന, എല്ലാവരെയും സമഭാവനയിൽ കാണുന്ന ലിബറൽ സെക്യുലറായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട് പോലും അവർ പറഞ്ഞ കഥ, ഈ മലബാർ കലാപം ഒരു പക്ഷേ അത് ഏശിയിട്ടില്ലാത്തൊരു പ്രദേശമാണ് ഗുരുവായൂരിലെ തൈക്കാട്. പക്ഷേ അമ്മ പറഞ്ഞ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ 21 കാലത്ത് രാത്രി എണ്ണ തിളപ്പിച്ച് കാത്തു വെക്കുകയാണ്. മലബാർ കലാപകാരികൾ വരുമ്പോൾ അവരുടെ തലയിൽ ഒഴിക്കാൻ, അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി. അത് കുട്ടിക്കാലത്ത് പണിക്കർ കേട്ട കഥയാണ്. അപ്പം അന്ന് തന്നെ ആ കുട്ടിയായ പണിക്കരിൻ്റെ മനസ്സിലുദിച്ച 2 ചോദ്യങ്ങളെക്കുറിച്ച് കലുഷിതമായ കാലത്ത് പണിക്കർ പറയുന്നത്. അത് ഒന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ ഈ മലബാർ കലാപകാരികളെ ഇങ്ങനെ ഒരു മതത്തിൻ്റെ ഒരു ചട്ടക്കൂടിൽ കണ്ടത്? രണ്ടാമത് അദ്ദേഹം ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് എൻ്റെ നാട്ടിലെ മാപ്പിളമാർ, അതിൽ പ്രധാനമായിട്ടും ഒരു കച്ചവടക്കാർ, ചെറുകിട കച്ചവടക്കാരും അതേപോലെ തന്നെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടവരുമായിരുന്നു ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട മാപ്പിളമാർ, അവരെന്തുകൊണ്ട് ഈ കാലത്ത് കലാപത്തിൽ ഈ ജന്മിമാർക്കെതിരായി കലാപത്തിന് ഇറങ്ങിയില്ല? അത് അങ്ങനൊരു ചോദ്യം പിന്നീട് അദ്ദേഹം കുറേയും കൂടെ വിശാലമായിട്ടുള്ളൊരു ചോദ്യത്തിലേക്ക് അയാൾ കൊണ്ടുവരികയാണ്. അവിടെയാണ് പണിക്കർ വ്യത്യസ്തനാവുന്നത്. കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അപ്പോൾ സ്റ്റീഫൻ ഡെയിൽ ആണെങ്കിൽ കൊൺറാഡ് വുഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻ അതിനെ ഒരു എന്താ പറയുക, ഒരു സാമ്പത്തിക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ഒരു കാർഷിക മേഖലയിലുള്ള ഒരു അസംതൃപ്തിയുടെ ഭാഗമായിട്ട് അവിടെയുള്ള ജന്മി ചൂഷണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാത്രം വായിക്കുകയാണ് ചെയ്തതെങ്കിൽ, ഇപ്പുറത്ത് സ്റ്റീഫൻ ഡെയിൽ അതിനെ ഒരു ഇസ്ലാമിക ജിഹാദിൻ്റെ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാവുന്നത് T.L. സ്ട്രെയിഞ്ച് എന്ന് പറയുന്ന 19ാം നൂറ്റാണ്ടിലുടനീളം മാപ്പിള റയറ്റ്സ് എന്ന പേരിൽ 32 കലാപങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നൊക്കെ വിശദീകരിക്കാൻ സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മലബാർ കലാപത്തെക്കുറിച്ചുള്ള ഈ പഠനത്തിൻ്റെ ഒരു പ്രത്യേകത എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റിൽ വളരെ കൃത്യമായിട്ട് പണിക്കർ നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്, ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിപ്പു പോയതിന് ശേഷമാണ് 1892 മലബാർ ബ്രിട്ടീഷുകാരുടെ കയ്യിലാവുന്നത്. അപ്പോൾ ടിപ്പു ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കരണങ്ങളുണ്ട് കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് ഈ പറയുന്ന അഗ്രേറിയൻ സിസ്റ്റത്തിൽ മാറ്റം കൊണ്ടുവരുന്നുണ്ട്, റായത്ത് വാരി എന്ന് പറയുന്ന സമ്പ്രദായം കൊണ്ടുവരുന്നുണ്ട്. അപ്പം അന്നത്തെ കാലത്ത് 18ാം നൂറ്റാണ്ടിൽ ഒരു പറ വിതച്ച് കഴിഞ്ഞാൽ 100 മേനിയാണെങ്കിൽ 100 പറ കിട്ടും.
അങ്ങനെ ഒരു കർഷകന്, ഒരു മാപ്പിള കർഷകന് 2 വിളയാണ് എടുക്കാൻ പറ്റുക. അങ്ങനെ 200 പറയാണ് ഒരു ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ, 1 ഏക്കർ പാടം ഉണ്ടെങ്കിൽ. അപ്പം ടിപ്പുവിൻ്റെ കാലത്ത്, അത് ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് പറയുന്നത് പണിക്കർ. ടിപ്പുവിൻ്റെ കാലത്ത് ഈ 200 പറയിൽ 120 പറയും ആ പാട്ടക്കുടിയാൻ എടുക്കാമായിരുന്നു. പക്ഷേ ടിപ്പുവിൽ നിന്നും ബ്രിട്ടീഷുകാർ തിരിച്ച് മലബാർ എടുത്തപ്പോൾ പിന്നെ സംഭവിക്കുന്നത്, പഴയ ജന്മിമാരെ, നമ്പൂതിരി ജന്മിമാരെ അവർ പുനഃപ്രതിഷ്ഠിക്കുകയും ചൂഷണം ആരംഭിക്കുകയും അങ്ങനെ 200 പറ ഉൽപ്പാദിപ്പിക്കുന്ന വെറും പാട്ടക്കാരനായ, പങ്കുകൃഷിക്കാരനായ മാപ്പിളക്ക് അതിൽ 40 പറ മാത്രമായിട്ട് അവൻ്റെ വിഹിതം ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം 120 പറ ജന്മിക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ് എടുക്കുന്നു, 20 പറ വിത്തിന് മാറ്റിവെക്കുന്നു, 20 പറ നെൽകൃഷിയുടെ ചെലവിലേക്ക് മാറ്റിവെക്കുന്നു. ഇപ്പം 120 പറ ഉള്ളിടത്ത് 40 പറയായിട്ട് 1792 ശേഷം മാറുന്ന ഒരു ഭീകരമായ ചൂഷക വ്യവസ്ഥ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതിനെതിരായിട്ടാണ് ഈ കലാപങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ കലാപങ്ങൾ അന്വേഷിച്ച TL സ്ട്രേഞ്ച് 10-20 കലാപം കഴിഞ്ഞപ്പം TL സ്ട്രേഞ്ച് കമ്മീഷനെ വെക്കുന്നു. കമ്മീഷൻ കണ്ടെത്തുന്നത് എന്താണ്? ഈ പറയുന്ന കാർഷിക മേഖലയിലുള്ള അസംതൃപ്തിയൊന്നും അല്ല കാരണം. ഇവിടെയുള്ള പള്ളികളാണ്, ഇവിടെയുള്ള തങ്ങന്മാരാണ്, ഇവിടെയുള്ള ഫാനറ്റിസിസം ഓഫ് ദി മാപ്പിളാസ്, മാപ്പിളമാരുടെ മതഭ്രാന്ത് മാത്രമാണ് ഈ റൂറൽ കലാപങ്ങൾക്ക് കാരണം. അതിനുശേഷം വീണ്ടും കലാപങ്ങൾ ഉണ്ടായപ്പോഴാണ് 1882 വില്യം ലോഗൻ കമ്മീഷൻ വെക്കുന്നു. കമ്മീഷൻ കണ്ടെത്തുന്നത് നേരെ തിരിച്ചാണ്. എൻ്റെ പൂർവികനായ TL സ്ട്രേഞ്ച് ഇതിൻ്റെ ഈ പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണം കണ്ടിട്ട് രോഗമായിട്ട് തെറ്റിദ്ധരിക്കുകയും യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ റവന്യൂ പരിഷ്കാരങ്ങളാണ് ഇതിന് കാരണമെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് പറയാൻ കാരണം, നിങ്ങൾക്ക് ഈ മലബാർ കലാപത്തിൻ്റെ ഒരു ചരിത്ര രചനയെ വിശദമായിട്ട് അന്വേഷിക്കുമ്പോൾ 19-ാം നൂറ്റാണ്ടിലെ ഈ 2 പെർസ്പെക്റ്റീവ് ഉണ്ട്. അതായത് TL സ്ട്രേഞ്ച് മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് അത് മതഭ്രാന്താണ് കാരണം. ഇപ്പുറത്ത് അതിന് ശേഷം വന്ന വില്യം ലോഗൻ മുന്നോട്ട് വെച്ച തെറ്റായ റവന്യൂ പരിഷ്കാരങ്ങളാണ് എന്ന് പറയുന്ന സാമ്പത്തിക കാരണങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ 2 പെർസ്പെക്റ്റീവ് പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഹിസ്റ്റോറിയോഗ്രാഫി പിന്നീട് 71 ശേഷമാണ്, 50 വർഷം പിന്നിടുന്നത് കലാപം. അതിന് ശേഷമാണ് നമ്മൾ എന്താ പറയുക, ഗവേഷകർക്കായിട്ട് റെക്കോർഡ്സ്, കലാപത്തിൻ്റെ റെക്കോർഡ്സ് പുറത്തു വിടുന്നത്. അതിനുശേഷമാണ് ഇത്രയും പഠനങ്ങൾ വരുന്നത്. അപ്പോൾ ആ പഠനങ്ങളൊക്കെ തന്നെ ഈ 2 ഫോക്കസിലാണ്. ഒന്നുകിൽ അതിൻ്റെ ഇക്കണോമിക് റീസൺസ് അല്ലെങ്കിൽ അതിൻ്റെ റിലീജിയസ് റീസൺസ്. ഇപ്പം കൊൺറാഡ് വുഡ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻ അതിൻ്റെ ഇക്കണോമിക് കണ്ടന്റിനാണ് ഫോക്കസ് ചെയ്തതെങ്കിൽ സ്റ്റീഫൻ ഡെയിൽ എന്ന് പറയുന്ന അമേരിക്കക്കാരൻ അതിനെ ഫനാറ്റിസിസം എന്ന് പറയുന്ന കണ്ടന്റിനെയാണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ ആണ് KN പണിക്കർ വരുന്നു. KN പണിക്കർ ഒരു ചോദ്യം ചോദിക്കുന്നു. നേരത്തെ പറഞ്ഞ 2 പ്രശ്നം അദ്ദേഹത്തെ മതിക്കുന്നുണ്ട്, കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ. അതപ്പോൾ അതിന് ശേഷം ഗവേഷണം ആരംഭിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചൊറ്റ ചോദ്യമുള്ളൂ, ഈ ദക്ഷിണ മലബാറിൽ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കിൽ സമാനമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു ഇവിടുത്തെ ഈഴവ കർഷകർക്കും ഉണ്ടായിരുന്നത്. വൈ ദി ഹിന്ദു പെസൻട്രി could not translate their discontent into a revolt? Why the Maplas alone could translate their dissatisfaction or discontent into a revolt? ഇതാണ് ഏറ്റവും പ്രസക്തമായിട്ട് പണിക്കർ ചോദിച്ച ചോദ്യം. എന്തുകൊണ്ട് ഒരേ സിറ്റുവേഷനിലുള്ള, ഒരേ തരത്തിലുള്ള ചൂഷണത്തിന് വിധേയമാക്കപ്പെട്ട ഈ പറയുന്ന പങ്കുകൃഷിക്കാരായ മാപ്പിള പങ്കുകൃഷിക്കാരും ഈഴവ പങ്കുകൃഷിക്കാരും ഈ ഏറനാട്ടിലും വള്ളുവനാട്ടിലും ഉണ്ട്. പക്ഷെ അതിലൊരു കൂട്ടർ മാത്രം കലാപത്തിന് ഇറങ്ങി. അതിനുള്ള ഉത്തരമാണ് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ്. അപ്പം അയാൾ അതിനുള്ള ഉത്തരം എന്താണ് പണിക്കർ പറയുന്നത്? അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെയുള്ള ടിപ്പുവിന് ശേഷം ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന പരിഷ്കരണങ്ങൾ അത് ബ്രിട്ടീഷുകാർക്ക് ജന്മിക്ക് അനുകൂലമായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ ജന്മിമാർ ചൂഷണത്തിനെതിരായിട്ട് ഉള്ള ഒരു പരിസരത്തിൽ
ഇവരെ സമരോത്സുകരാക്കുന്നത് ആരാണ്, എങ്ങനെയാണ്? അവിടെയാണ് ദി മേക്കിംഗ് ഓഫ് എ ട്രഡീഷൻ എന്ന് പറയുന്ന ഈ എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റിലെ 2ാമത്തെ അധ്യായം. അതാണ് ഒരു പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സമരോത്സുകമായ ഒരു പാരമ്പര്യം സൃഷ്ടിക്കപ്പെടുന്നത്, ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? അപ്പം അവിടെ പണിക്കർ ഗ്രാംചിയെ പ്രധാനമായിട്ട് പോകുന്നുണ്ട്. അപ്പം ഗ്രാംചിയെ കുറിച്ച് ഒരു 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 ഇൻ്റർവ്യൂവിൽ പണിക്കർ സാർ പറയുന്നുണ്ട്, ഞാൻ 500ഓളം പുസ്തകം വായിച്ചിട്ടുണ്ട്, ഗ്രാംചിയെക്കുറിച്ചുള്ള 500ഓളം പുസ്തകം വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് 20ഓളം പുസ്തകങ്ങൾ ഗ്രാംചിയെ ആൻറ്റി മാർക്സിസ്റ്റായിട്ട് ചിത്രീകരിക്കുന്ന പുസ്തകങ്ങളാണ് എന്നുകൂടെ പറയുന്നു. അതായത് ഈ ഈ ഒരു സാമ്പ്രദായിക മാർക്സിസ്റ്റ് വിശകലനത്തിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് അദ്ദേഹം ഈ ഗ്രാംചിയുടെ ഒരു സങ്കല്പനമുണ്ട്. അതായത് ഈ പറയുന്ന സാമ്പ്രദായിക ബുദ്ധിജീവി എന്നാണ് അദ്ദേഹം ട്രഡീഷണൽ ഇൻ്റലക്ച്വൽസ് എന്ന് ഗ്രാംചി വിളിക്കുന്ന ആ ട്രഡീഷണൽ ഇൻ്റലക്ച്വൽസ് എങ്ങനെയാണ് 19ാം നൂറ്റാണ്ടിൽ മലബാറിൽ മാപ്പിളമാരെ സമരോത്സുകരാക്കുന്നത്, എങ്ങനെയാണ് മതം എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രായുധമായിട്ട് ഈ പറയുന്ന എന്താ പറയുക നിസ്വരായിട്ടുള്ള മാപ്പിള കർഷകർക്ക് ഒരു സമരായുധമായിട്ട് മതം എങ്ങനെ മാറുന്നു, ആരാണത് മാറ്റിയത്, അതെങ്ങനെയാണ് മാറ്റിയത്? അപ്പോൾ അതിന് 3 കാരണങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, ഏർലി സോഷ്യലൈസേഷൻ, ആദ്യകാല സാമൂഹീകരണം, മാപ്പിളമാരുടെ സാമൂഹീകരണം, ഏർലി സോഷ്യലൈസേഷൻ. രണ്ടാമത് ദി പോപ്പുലർ കൾച്ചർ, ജനകീയ സംസ്കൃതി മാപ്പിളമാരുടെ. മൂന്നാമത് പറയുന്നത് ഈ പറയുന്ന സാമ്പ്രദായിക ബുദ്ധിജീവികൾ. ആ സാമ്പ്രദായിക ബുദ്ധിജീവികളിൽ 3 പേരെ സവിശേഷമായിട്ട് പണിക്കർ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ഒന്ന് എളിയങ്കോട് മർക്കാസി ഉണ്ട്, പിന്നെ മക്തിത്തങ്ങളുണ്ട്, അതേപോലെ തന്നെ മമ്പുറം തങ്ങൾ. ഈ മമ്പുറം തങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കാസിമാരും അതുപോലെ തന്നെയുള്ള തങ്ങന്മാരൊന്നും തന്നെ ഈ ഉഹ്റവിയായ കാര്യങ്ങൾ മാത്രമല്ല ഡീൽ ചെയ്തിരുന്ന ആ കാലത്ത് എന്നുള്ളത് പണിക്കർ പ്രത്യേകം പറയുന്നുണ്ട്. അവരുടെ മെറ്റീരിയലായിട്ടുള്ള എല്ലാ പ്രശ്നവും, കമ്മ്യൂണിറ്റിയുടെ മെറ്റീരിയലായ പ്രശ്നങ്ങൾ മുഴുവൻ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളെ ഏമാനെ എന്ന് വിളിക്കരുത്, തമ്പുരാനെന്ന് വിളിക്കരുത്. കൺവേർട്ട് ചെയ്ത മാപ്പിളമാരോട് മമ്പുറം തങ്ങൾ പറയണം, നിങ്ങളൊരിക്കലും ഈ ഓണോറിഫിക് ടൈറ്റിൽ തമ്പുരാനെന്നൊന്നും പറയാൻ പാടില്ല. ഭാഷയിൽ അങ്ങനെയുള്ള ഒരു എന്താ പറയുക വാക്യപൗരുഷം തന്നെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് മാപ്പിളമാർക്കിടയിൽ. അതേപോലെ തന്നെ ഉച്ഛിഷ്ടം ഭക്ഷിക്കാൻ പാടില്ല. ഇവർ ഈ പറയുന്ന യജമാനന്മാർ പ്രൊവൈഡ് ചെയ്യുന്ന ഉച്ഛിഷ്ടം ഭക്ഷിക്കാൻ പാടില്ല. വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ പാടില്ല, വെള്ളിയാഴ്ച പള്ളിയിൽ പോകണം, പാടത്ത് പോകരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ആ കോണ്ടെക്സ്റ്റിൽ ആലോചിക്കുകയാണ്. ഇപ്പോൾ പണിക്കർ സാർ സൂക്ഷ്മമായിട്ട് ഈ സാംസ്കാരിക മേഖലയിൽ എങ്ങനെയാണ് ഇവർ ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ ഇവരെ സമരോത്സുകമാക്കുക, എങ്ങനെയാണ് ആ പാരമ്പര്യം. അപ്പോൾ അതിന് ഈ പറയുന്ന ഹിന്ദു കർഷകരിൽ നിന്നും വ്യത്യസ്തമായി മുസ്ലിം കർഷകർക്ക് നല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും അവസരം കൊടുക്കും. ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത്, ഹിന്ദു കർഷകരിൽ നിന്ന് വ്യത്യസ്തമായി മാപ്പിള കർഷകർക്ക് ഏർലി സോഷ്യലൈസേഷനുള്ള അവസരം കിട്ടുന്നു. അത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന പരമ്പരാഗത ബുദ്ധിജീവികളായിട്ടുള്ള മമ്പുറം തങ്ങളെത്തും. അപ്പം ഈ മമ്പുറം തങ്ങൾക്ക് വലിയ രീതിയിലുള്ള കറാമത്തുകളുണ്ട് എന്ന് മാപ്പിളമാർ വിശ്വസിച്ചു. ഈ കറാമത്തുകളെയൊക്കെ അദ്ദേഹം പഠന വിധേയമാകും. അപ്പം അദ്ദേഹം ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത്, ബാക്കി എല്ലാ ഇതുവരെയുള്ള ചരിത്രകാരന്മാരൊക്കെ തന്നെ ഈ ആധികാരിക രേഖകളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ രേഖകളെയായിരുന്നു. അപ്പോൾ അത് ഒരിക്കലും അതൊരു ശത്രുവിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള സാധനങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ റെബൽസ് പെർസ്പെക്റ്റീവിൽ എന്താണ് ലഭ്യമാകുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ആ കാലത്ത് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പത്രത്തിലൊരു ഇതൊക്കെ കൊടുത്തപ്പോൾ ഒരു
മഞ്ചേരിയിൽ നിന്നുള്ള ഒരു കണ്ടക്ടർ അദ്ദേഹത്തിന് എഴുതി എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ആ കണ്ടക്ടറെ നമ്പറൊക്കെ വെച്ചിട്ട് മഞ്ചേരി വന്നു. ആ കണ്ടക്ടർ ഒരുപാട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരുപാട് പേര് കാണുന്നുണ്ട്. ഇപ്പോൾ സമാന്തരമായിട്ടുള്ള ഒരു ആർക്കൈവ് തന്നെ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. സാധാരണഗതിയിൽ അതുവരെയുള്ള ചരിത്രകാരന്മാരൊക്കെ തന്നെ ആർക്കൈവ്സിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഈ ബ്രിട്ടീഷ് രേഖകളാണ്. അപ്പോൾ ഈ ബ്രിട്ടീഷ് രേഖകളെ നമ്പിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ദുരവസ്ഥയ്ക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പം എൻ്റെ പഠന വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പം 1896 ഒരു കലാപം നടക്കുന്നുണ്ട് മഞ്ചേരിയിലെ കുന്നത്തമ്പലത്തിൽ, ഇതേപോലൊരു മാപ്പിള കല. പക്ഷെ ആ കലാപത്തിൽ ഏതാണ്ട് 10-28 മാപ്പിളമാർ ഈ പറയുന്ന എന്താ പറയുക ഹാലളക്കത്തിൽ ഭാഗമായിട്ട് അവർ പോയിട്ട് അവർ ജീവനോടെ പിടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ നമ്മുടെ കുതിരവട്ടം മനോരോഗ ആശുപത്രിയിലെ എൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെന്ന് അവിടുത്തെ ലെഡ്ജർ നോക്കി 1896. അപ്പോൾ നോക്കുമ്പോൾ ഈ മലബാർ മൊത്തം ബ്രിട്ടീഷ് മലബാർ, തൃശ്ശൂരിന് പുറത്തുള്ള കാസർഗോഡ് വരെയുള്ള ഇത്രയും പ്രവിശാലമായ മലബാർ ജില്ലക്കുള്ള ഏക മാനസികാരോഗ്യ കേന്ദ്രമാണ് നമ്മുടെ കുതിരവട്ടം. 1896 അവിടെ 32 അന്തേവാസികളെയാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ 32-ൽ 28 പേരും എൻ്റെ നാട്ടുകാർ, മഞ്ചേരിക്കാർ, എറനാട്ടുകാർ. 38-ൽ 28 പേരും മാപ്പിളമാർ, 28 പേരും 20 വയസ്സ് താഴെയുള്ളവർ. അപ്പം എൻ്റെ മനസ്സിൽ വന്ന ചോദ്യം, എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയ ഒരു ജില്ലയിൽ മാപ്പിളാർക്ക് മാത്രം ഭ്രാന്ത് വരുന്നത്? എന്തുകൊണ്ടാണ് 20 വയസ്സ് താഴെയുള്ള മാപ്പിളാർക്ക് തന്നെ ഭ്രാന്ത് വരുന്നത്? അത് അന്വേഷിച്ചപ്പോൾ നമ്മൾ ഈ പറയുന്ന പണിക്കര് ചെയ്ത പോലെ ഒഫീഷ്യൽ രേഖ വിട്ടിട്ട് നാട്ടിൽ പോയിട്ട് അന്വേഷിച്ചപ്പോൾ കിട്ടിയൊരു വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭ്രാന്തൊന്നും ആയിരുന്നില്ല. ഭ്രാന്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കായിരുന്നു. 1896 ജീവനോടെ പിടിക്കപ്പെട്ട ഈ ചെറുപ്പക്കാരെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ യുക്തി എന്ന് പറയുന്നത് ഇത്ര ചെറുപ്പത്തിൽ ജീവത്യാഗം ചെയ്യാൻ തയ്യാറാവുന്ന മനുഷ്യന്മാർക്ക് ചിത്തരാണ് എങ്ങനെ സംശയിക്കുകയാണ് അവർ. അതുകൊണ്ട് അവരെ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന ഭ്രാന്താശുപത്രി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി കറക്റ്റല്ല, മനോരോഗ ആശുപത്രി കൊണ്ടുവിടുന്നു. ഞാൻ പറയുന്നത് ഇതിനെ നിങ്ങൾക്ക് ഈ ഒരു 1896 ഈ പറയുന്ന ആശുപത്രി രേഖ വെച്ച് നിങ്ങൾ ഒരു സാധനം ചരിത്രം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ എത്തുന്ന നിഗമനം എന്തായിരിക്കും? ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ മലബാറിൽ മാപ്പിളമാരെന്ന് പറയുന്നൊരു സമുദായത്തിനായിരുന്നു ഭ്രാന്ത് കൂടുതൽ എന്നാണ്, അല്ലേ? അപ്പോൾ ഇതാണ് പണിക്കർ നമ്മളോട് പറഞ്ഞൊരു കാര്യം. ഡോണ്ട് ഡിപ്പെൻഡ് അപ്പോൺ ദീസ് കൊളോണിയൽ ആർക്കൈവ്സ് ബിയോണ്ട് എ പോയിൻറ്റ്. അതുകൊണ്ടാണ് അദ്ദേഹം സാധാരണ എവരിഡേ ലൈഫിൽ ഇവരെ എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായത്. അപ്പം നഗാര, നമുക്ക് അത്ഭുതപ്പെടും, നഗാര പോലും ഈ സംഘാടനത്തിനുള്ള ഒരു സാധനമായിട്ട് പണിക്കര് കാണുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഉറൂസുകൾ, അതുപോലെ തന്നെ മൗലിദുകൾ, അതുപോലെ തന്നെ വെള്ളിയാഴ്ച പ്രാർത്ഥന, ഇവയൊക്കെ തന്നെ മാപ്പിളമാരിൽ ഒരു തരം സോളിഡാരിറ്റി ഉണ്ടാക്കാൻ സഹായിച്ചു എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഇപ്പുറത്തേക്ക് ഇഴവ പെസൻസിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്ന എന്താ, അവിടെ നോക്കുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള സംഘാടനത്തിനുള്ള പരസ്പരം അവരുടെ ആശയങ്ങൾ പങ്കിടാനുള്ള ഒറ്റ വേദി പോലുമില്ല. അവിടെയുള്ള ട്രഡീഷണൽ ഇൻ്റലക്ച്വൽസ് അല്ലെങ്കിൽ സാമ്പ്രദായിക ബുദ്ധിജീവികൾ എന്ന് പറയുന്നത് ജന്മിമാർ തന്നെയാണ്. അപ്പം ഈ ജന്മിമാരുമായിട്ട് വൈവാഹികവും സാംസ്കാരികവുമായിട്ടൊക്കെയുള്ള മതപരവുമായിട്ടുള്ള കെട്ടുബന്ധങ്ങൾ ഉള്ളവരാണ് ഇഴവ കർഷകരെന്ന്. അപ്പോൾ ഒരു കാരണവശാലും ഈ തമ്പ്രാനായിട്ടുള്ള നമ്പൂതിരിക്ക് എതിരായിട്ടൊരു കലാപത്തിനിറങ്ങാൻ ഇഴവനായ വെറും പാട്ടക്കാരന് അല്ലെങ്കിൽ പങ്ക് കൃഷിക്കാരന് സാധ്യമല്ല. അതേപോലെ തന്നെ ഇവർ തമ്മിൽ കണ്ടുമുട്ടാനുള്ള ക്ഷേത്രങ്ങളൊക്കെ തന്നെ 36 മാത്രമാണ് എല്ലാവർക്കും കൂടി പ്രവേശനമുള്ളൊരു. ഇപ്പം വേറൊരു കാര്യം കൂട്ടത്തിൽ ആനുഷംഗികമായിട്ട് പറയുകയാണ്, ഈ 100ാം വാർഷികത്തിൽ സംഘപരിവാർ മുന്നോട്ട് വെച്ചൊരാശയം, ഇത് ഒരു ഹിന്ദു വംശഹത്യയായിരുന്നു മലബാർ കലാപം. അപ്പം നമുക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, കണിക്കരും ചോദിച്ചൊരു ചോദ്യം, 921 ഹിന്ദു ഉണ്ടോ മലബാറിൽ എന്നുള്ള? ഇല്ല.
ഹിന്ദു എന്ന് പറയുന്നൊരു സമുദായം ഉണ്ടാവുന്നത് 36 ശേഷം മാത്രമാണ്. 36 ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും നമ്പൂതിരി മുതൽ നായാടി വരെയുള്ളവർക്ക് പ്രവേശനം സാധ്യമാണ് എന്ന് വന്നിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർണ ജാതിക്കാരനായ ഒരാൾക്ക് ധൈര്യം വരുന്നത് അമ്പലത്തിൽ കയറാൻ. അങ്ങനെയുള്ള 21 കാലത്ത് നിങ്ങൾക്ക് ഒരു ഹിന്ദു സമുദായം നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ല. പക്ഷേ ആഖ്യാനം നടക്കുന്നത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള പങ്ക് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ ജാതി ശ്രേണിയിൽ മേലെയുള്ള നമ്പൂതിരിമാർക്കെതിരായിട്ട് ഒരു സമരത്തിനിറങ്ങാനുള്ള യാതൊരു തരത്തിലുള്ള സാധ്യതയും ഉണ്ടായിരുന്നില്ല. അതേസമയം ഇപ്പുറത്ത് മാപ്പിളമാരെന്ന് പറയുന്നത് അവിടെ കമ്മ്യൂണിറ്റിയും ക്ലാസ്സും ഒന്നിച്ചു വരികയാണ്. അവർ വെറുംപാട്ടക്കാരാണ് ക്ലാസ് എന്നുള്ള നിലയ്ക്ക്. കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് അവരുടെ ചൂഷകരായിട്ടുള്ള ബ്രാഹ്മണരിൽ നിന്നും വ്യത്യസ്തമായ വേറൊരു മതവിഭാഗത്തിൽപ്പെട്ടത്. ഇതേ സംഭവം വേറെവേർ ക്ലാസ് ആൻഡ് കമ്മ്യൂണിറ്റി coalesced there, this kind of violent struggles had taken place. നമുക്ക് വേറൊരു എക്സാമ്പിൾ ബംഗാളിലെ ഫറാസി മൂവ്മെൻ്റാണ്. അവിടെ ഇതേ സംഭവം നടക്കുന്നുണ്ട്. ചൂഷകരായിട്ടുള്ള ജന്മിമാർ മുഴുവൻ ഈ പറയുന്ന ഹിന്ദു ബ്രാഹ്മിൺ കാസ്റ്റിൽപ്പെട്ടതായിരുന്നു. ചൂഷിതരായിട്ടുള്ള പങ്ക് കൃഷിക്കാർ മുഴുവൻ മുസ്ലിംസ് ആയിരുന്നു. അവിടെ നമുക്ക് മലബാർ കലാപത്തിൽ അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിലെ മാപ്പിള കലാപത്തിന് തുല്യമായ കലാപം നടക്കുന്നതായിട്ട്. അപ്പം പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇതാണ് അദ്ദേഹം ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമുണ്ട്. അപ്പം ഒരു കൂട്ടർ മത കേന്ദ്രീകൃതമായ മതപ്രോക്തമായിട്ടുള്ള ചില വികാരങ്ങളിലാണ് ഇതിൻ്റെ കാരണം കണ്ടെത്തിയതെങ്കിൽ വേറെ ചില ചരിത്രകാരന്മാർ തികച്ചും സാമ്പത്തികമായ കാരണങ്ങളിലാണ് ഫോക്കസ് ചെയ്തത്. എന്നാൽ ഇത് രണ്ടുമാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ഇത് രണ്ടും വ്യത്യസ്തമായിട്ടല്ല. ഹൗ ദീസ് ടു ഫാക്ടേഴ്സ് ഇൻ്റർപ്ലേഡ്, ഇവ തമ്മിലുള്ള സങ്കീർണമായ പരസ്പര ബന്ധം എന്താണ്, മതവും സാമ്പത്തികവും തമ്മിലുള്ള സങ്കീർണമായ പരസ്പര ബന്ധം എന്താണ് എന്ന് നമ്മളോട് പറഞ്ഞത് പണിക്കർ സാറാണ്. അത് അദ്ദേഹം ഈ ത്രൂ ഔട്ട് ആ പുസ്തകത്തിൽ എവിടെയും ഗ്രാംഷി എന്ന് പറഞ്ഞ പേര് പറയുന്നില്ല. പക്ഷേ ആ പുസ്തകത്തിൽ ഉടനീളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഗ്രാംഷിയുടെ അസന്നിഹിതമായിട്ടുള്ള സാന്നിധ്യം കാണാൻ പറ്റും. ഉദാഹരണത്തിന് അവസാനത്തെ ചാപ്റ്ററിൽ അദ്ദേഹം എങ്ങനെയാണ് മാപ്പിളമാർ ഒരു ക്ലാസ് കോൺഷ്യസ്നെസ്സിലേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഇറ്റ് ഈസ് ത്രൂ എ കൈൻഡ് ഓഫ് നെഗറ്റീവ് കോൺഷ്യസ്നെസ്, നെഗേഷനിലൂടെയാണ്. അതായത് നമ്മളെ സ്വയം തിരിച്ചറിഞ്ഞിട്ടല്ല, മറിച്ച് നമ്മളെ ശത്രുക്കൾ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് സ്വയം ക്ലാസ് കോൺഷ്യസ്നെസ്സിലേക്ക് വരുന്ന ഗ്രാംഷി പറയുന്ന ഒരു നെഗറ്റീവ് കോൺഷ്യസ്നെസ്, ഋണാത്മകമായിട്ടുള്ള ഒരു വർഗബോധമാണ് മാപ്പിളമാർക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. അതുണ്ടാക്കാൻ സാധിച്ചതിൽ ഇവരുടെയൊക്കെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. പരമ്പരാഗത ബുദ്ധിജീവികളുടെ ഇടപെടലുണ്ടായിരുന്നു. അതേപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള ചില വശങ്ങളുടെ ഇടപെടലുകളുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് 19-ാം നൂറ്റാണ്ടിൽ നടത്തിയിട്ടുള്ള ഈ കലാപങ്ങളുടെയൊക്കെ ഓർമ്മകൾ പാട്ടായിട്ടും പട്ടപ്പാട്ടായിട്ടും. അപ്പം നിങ്ങൾക്ക് വേറൊരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു. 1846 മഞ്ചേരി ഒരു കലാപം നടക്കുന്നുണ്ട്. 2 കലാപം നടക്കുന്നുണ്ട് മഞ്ചേരി. 46 നടക്കുന്ന കലാപത്തിൻ്റെ കാലത്ത് 3 രക്തസാക്ഷികളെ മുജാഹിദുകൾ മരണപ്പെടുന്നുണ്ട്. ആ രക്തസാക്ഷികളുടെ മയ്യത്തിൽ നിന്ന്, അവരുടെ ബോഡിയിൽ നിന്ന്, മരിച്ചു കിടക്കുന്ന ബോഡിയിൽ നിന്നും ബദർ പടപ്പാട്ടിൻ്റെ രക്തപങ്കിലമായ ഏടുകൾ ഈ ഫോസറ്റ് പോലെയുള്ള ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയാണ്. അതവരുടെ സംബന്ധിച്ചോളം വലിയൊരു റിവീലിംഗ് ഫാക്ടറായിരുന്നു. എന്തുകൊണ്ടാണ് ബദർ പടപ്പാട്ടിൻ്റെ പേജുകൾ 1896 സോറി 1800 അപ്പം നമ്മുടെ കൊണ്ടോട്ടി വൈദ്യരെഴുതിയിട്ടുള്ള ബദർ പടപ്പാട്ടിൻ്റെ പേജുകളാണ് ഈ മരണപ്പെട്ട ഷഹീദിൻ്റെ ബോഡിയിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെയാണ് എഫ് ഫോസറ്റ് എന്ന് പറയുന്ന ഇത് അന്വേഷിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എ പോപ്പുലർ വാർ സോങ് ഓഫ് ദി മാപ്പിളാസ് എന്ന് പറഞ്ഞിട്ട് ഈ ബദർ പടപ്പാട്ടിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇന്ത്യൻ ആൻറ്റിക്വറിയിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഫോസറ്റ് ഒരു കത്ത് എഴുതുന്നുണ്ട് ബ്രിട്ടീഷ്
കാരനായിട്ടുള്ള മദ്രാസ് ഗവർണർക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ഈ പാട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അദ്ദേഹം ഒരു കത്ത് കവറിങ് ലെറ്റർ ഉണ്ട്. ആ കവറിങ് ലെറ്റർ തുടങ്ങുന്നത് നിങ്ങൾ ആലോചിക്കണത് പണിക്കർ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമാണ്. അതായത് എങ്ങനെയാണ് ഈ പടപ്പാട്ടുകൾ ഇവിടെ ഈ സമരോത്സുകമായിട്ടുള്ള ഒരു മിലിറ്റൻസി നിലനിർത്തിയത് എന്ന് 21 വരെ. അപ്പോൾ ഈ പാട്ടുകൾ അതിനകത്തൊരു പങ്കുവഹിച്ചിട്ടുണ്ട്. ഫോസറ്റ് പറയുന്ന ഈ വരികൾ ഇങ്ങനെയാണ്: യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് മാപ്പിളാസ് വിത്തൗട്ട് ദീസ് സോങ്സ്. ഗവർണറോട് പറയാം, നിങ്ങൾക്ക് മാപ്പിളയെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പാട്ടുകൾ മനസ്സിലാക്കണം. യു കനോട്ട് റീഡ് ദീസ് സോങ്സ് വിത്തൗട്ട് ഫീലിംഗ് ടെറിബിൾ ഇമോഷൻ ഇൻഗ്രെയിൻഡ് ഇൻ ദീസ് സോങ്സ്. നിങ്ങൾക്ക് ഈ പാട്ടിൽ അന്തർലീനമായിട്ടുള്ള വൈകാരിക തീഷ്ണത അനുഭവിക്കാതെ നിങ്ങൾക്ക് ഈ പാട്ട് വായിക്കാൻ കഴിയില്ല എന്ന് പടപ്പാട്ടിനെക്കുറിച്ച് ഫോസറ്റ് എഴുതുന്നത്. ഇത് തന്നെയാണ് പണിക്കർ സാർ പറയുന്നത്. ഇത്തരം പാട്ടുകളിലൂടെയാണ് 21 ആകുമ്പോഴേക്ക് ഈ ഓർമ്മകൾ, പഴയ പടയുടെ ഓർമ്മകളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് മാപ്പിളമാർക്ക് അവരുടെ അതേ അനുഭവങ്ങളുള്ള അതേ ചൂഷിത വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഹിന്ദു കർഷകരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ കലാപം, അത് അഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് തന്നെയാണ്. EMS ഒക്കെ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. മലബാർ കലാപം സ്റ്റേറ്റിനെതിരെ അല്ലെങ്കിൽ അധിനിവേശ സർക്കാരിനെതിരെയും തദ്ദേശീയമായിട്ടുള്ള ജന്മിമാർക്കെതിരായിട്ടുള്ള സമരമായിരുന്നു. പക്ഷേ അതെങ്ങനെ സാധ്യമായി എന്നുള്ളത് വിശദീകരിക്കുന്നതിലാണ് പണിക്കർ സാറ് നൽകിയിട്ടുള്ള മിടുക്ക് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഇടപെടൽ എന്ന് പറയുന്നത് മലബാർ കലാപമാണ്. ഏതാണ്ട് മലബാർ കലാപത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഒരു പരിണിത ഫലമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് KN പണിക്കരെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ വേറൊരു കാര്യമുള്ളത്, KN പണിക്കരെക്കാൾ ഒരുപാട് പുസ്തകം എഴുതിയ ആളാണ് ബിപിൻ ചന്ദ്ര അല്ലെങ്കിൽ താപ്പർ. പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത ഒരു സ്വീകാര്യത KN പണിക്കർക്ക് കിട്ടിയത് എന്തുകൊണ്ടാണ്? അവിടെയാണ് KN പണിക്കർ എന്ന് പറയുന്ന പൊതുബുദ്ധിജീവിയെ ഞാൻ അടയാളപ്പെടുത്തുന്നത്. ആരാണ് ബുദ്ധിജീവി എന്നുള്ളതിനെക്കുറിച്ച് റോമില്ലാ താപ്പറുടെ ഒരു നിരീക്ഷണമുണ്ട്. ഹു ഈസ് എ പബ്ലിക് ഇൻ്റലക്ച്വൽ. ഇപ്പോൾ താപ്പർ പറയുന്നത് വൺ ഹൂ ആസ്ക് ദി റൈറ്റ് ക്വസ്റ്റ്യൻ അറ്റ് ദി റൈറ്റ് മൊമെൻ്റ് എന്നാണ്. ശരിയായ മുഹൂർത്തത്തിൽ ശരിയായ ചോദ്യം ചോദിക്കാൻ കെൽപ്പുള്ള ആരാണോ അവരാണ് പൊതുബുദ്ധിജീവി. നിങ്ങൾ പണിക്കർ സാറെ ആ അർത്ഥത്തിൽ പൂർണ്ണമായിട്ട് ഒരു പബ്ലിക് ഇൻ്റലക്ച്വലായിട്ട് അത് തന്നെ ആയിരിക്കണം ബിപിൻ ചന്ദ്രക്കോ താപ്പർക്കോ ഇല്ലാത്ത സ്വീകാര്യത പണിക്കർ സാറിന് കിട്ടിയത്. ഇപ്പോൾ ഉദാഹരണത്തിന് എപ്പോഴൊക്കെ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ പണിക്കർ ഇടപെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു പെർമനൻറ്റ് ഡിസ്റ്റർബർ ഓഫ് സ്റ്റാറ്റസ് കോ എന്നാണ് എഡ്വാർഡ് സെയ്ദ് പൊതുബുദ്ധിജീവിക്ക് കൊടുത്ത നിർവചനം. ഈ രണ്ടർത്ഥത്തിലും, താപ്പറിൻ്റെ അർത്ഥത്തിലും അതേസമയം എഡ്വാർഡ് സെയ്ദ് പറഞ്ഞ അർത്ഥത്തിലും ശരിക്കുള്ളൊരു പബ്ലിക് ഇൻ്റലക്ച്വലായിരുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരമായി തൽസ്ഥിതിയെ ചോദ്യം ചെയ്ത ആളാണ്. അപ്പം നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം, 1977 75 അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥയെ ചോദ്യം ചെയ്ത അപൂർവം ചരിത്രകാരന്മാരിൽ ഒരാളാണ്. നമ്മൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്സിൽ അന്ന് പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്. 77 അന്നത്തെ മൊറാർജി ദേശായി ഗവൺമെൻറ് പാഠപുസ്തകത്തിൽ ഇടപെട്ടപ്പം അതിനെതിരായിട്ട് അദ്ദേഹം വരുന്നു. 84 ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നടന്നിട്ടുള്ള സിഖ് വിരുദ്ധ കലാപത്തിനെതിരായിട്ട് അദ്ദേഹം രംഗത്ത് വരുന്നു. 92 ബാബരി മസ്ജിദ് തകർത്തപ്പം 92 89 രഥയാത്ര നടക്കുകയാണ് ഗുജറാത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് അയോധ്യയിലേക്ക്. ആ സമയത്ത് അദ്ദേഹം CHCയിൽ, അതായത് JNUവിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ 10-40 പേര് വന്ന് പറഞ്ഞു, സാർ ഇതിപ്പോൾ നമ്മുടെ നാട് മുഴുവൻ കലുഷിതമാവാൻ പോകുന്നൊരു വലിയ വിഷയമാണ്, നമ്മൾ ചരിത്രകാരന്മാർ ഇടപെടേണ്ട വിഷയമാണ്, നമുക്കൊരു ചർച്ച ആയിക്കൂടെ എന്ന് പറഞ്ഞു. ഇതുപോലെ ഒരു ചർച്ച സംഘടിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ
എന്തുകൊണ്ടായിക്കൂടാന്ന് പറഞ്ഞിട്ട് കെ.എൻ. പണിക്കർ, റോമില്ലാത്ത അപ്പർ, പിന്നെ വേറൊരു ചരിത്രകാരൻ കൂടി ഉണ്ടല്ലോ, ഹർബൻസ് മക്കിയ, ഇവർ 3 പേരും കൂടെ ഒരു ക്ലാസ് ഒരു ഡിസ്കഷൻ സംഘടിപ്പിക്കുകയാണ്. 40 പേരാണ് വന്ന് പറഞ്ഞതെങ്കിൽ 800ഓളം പേര് ആ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നു. ആ 3 പേരുടെ അവിടുത്തെ ചർച്ച ക്രോഡീകരിച്ച് കൊണ്ടൊരു ലഘുലേഖ ഉണ്ടാക്കുന്നു. ആ ലഘുലേഖ ഇന്ത്യയുടെ എല്ലാ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യുന്നു. ലക്ഷക്കണക്കിന് കോപ്പികൾ ഇന്ത്യയിലുടനീളം അത് വിറ്റഴിക്കപ്പെടുന്നു. ഒരു പബ്ലിക് ഇൻ്റലക്ച്വൽ എങ്ങനെ ഇടപെടണം? പക്ഷേ അങ്ങനെ ഇടപെട്ടപ്പോൾ അതുപോലെ തന്നെ 2002 ഗുജറാത്ത് കലാപത്തിൽ കലാപഭൂമിയിലേക്ക് പോവുകയാണ്. അവിടെ ആൾക്കാരുമായിട്ട് കാണുന്നു, വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു, സഹമത്തുമായി ചേർന്നുകൊണ്ട്. അതേപോലെ തന്നെ 2014 മുതൽ ഇവിടെ മോദി സർക്കാർ പാഠപുസ്തകങ്ങളിൽ ഇടപെട്ടപ്പോൾ ചരിത്രം വക്രീകരിക്കുന്ന ശ്രമങ്ങളുണ്ടായപ്പോൾ വളരെ കൃത്യമായിട്ട് നിരന്തരമായിട്ട് അതിനകത്തൊക്കെ ഇടപെടുന്ന ഒരു പൊതുബുദ്ധിജീവിയായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കലുഷിതമായ കാലം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഈ ചരിത്രകാരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം കഴിഞ്ഞ മാസമാണ് എസ് ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള ചരിത്രകാരൻ ഇതേപോലെ ക്ലാസ് എടുക്കുന്നു JNUവിൽ. ഇന്ത്യൻ ഡെമോക്രസിയെക്കുറിച്ചായിരുന്നു. JNU ക്യാമ്പസിൽ കഴിഞ്ഞ മാസം അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളം നിറച്ചൊരു ബക്കറ്റ് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ വന്ന് വീഴാണ്. AVPക്കാരാണ് എറിഞ്ഞത്. അതൊരു ചെറിയ സാമ്പിൾ ഡോസാണ്. ഞാൻ പറയുന്നത് കലുഷിതമായ കാലത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഈ 79 ഈ ലഘുലേഖക്ക് ശേഷം ഈ ഇന്ത്യൻ ഫാഷിസം ഇദ്ദേഹത്തെ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കുകയും അദ്ദേഹത്തെ ഇല്ലാതെയാക്കാൻ തന്നെ തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. ഒരു VHP മീറ്റിങ്ങിൽ ഡൽഹിയിൽ വെച്ച്. എന്നിട്ട് അദ്ദേഹത്തിനോട് ഏതോ രീതിയിൽ അനുകമ്പയുള്ള ഒരു VHPക്കാരൻ അദ്ദേഹത്തിന് ഫോൺ ചെയ്തിട്ട് നിങ്ങൾ അപകടത്തിലാണ്, സൂക്ഷിക്കണമെന്ന് പറയുകയും എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കാറിനെ ചേസ് ചെയ്തുകൊണ്ട് 2 ലോറി 2 തവണ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കലുഷിതമായ കാലത്ത് അദ്ദേഹം പറയുന്നു. അവിടെ കൊണ്ട് നിർത്തിയില്ല. അദ്ദേഹം ഇവിടെ ഈ പറയുന്ന നമ്മുടെ കാലടി യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായി വന്നപ്പോൾ അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് JNU പോലെയുള്ള ഒരു വിഖ്യാതമായ സർവകലാശാലയിൽ നിന്ന് ഒന്നുമല്ലാത്ത ഒരു പാരലൽ കോളേജിൻ്റെ സ്റ്റാറ്റസ് ഉള്ള നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് VC ആയിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് മണ്ടത്തരം എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ അദ്ദേഹത്തിന് കൃത്യമായ ലക്ഷ്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടി തന്നെ. പക്ഷേ അന്നത്തെ മുരളി മനോഹർ ജോഷി എന്ന് പറയുന്ന അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തെ ഏത് രീതിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം തെറിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം ഡൽഹിയിൽ വെച്ച് പറഞ്ഞൊരു കാര്യം, കണ്ട മുറുക്കാൻ കടക്കാർക്കുള്ളതല്ല വൈസ് ചാൻസലർ സ്ഥാനമൊന്നും. അങ്ങനെ മുറുക്കാൻ കടക്കാരനായിട്ട് സമീകരിക്കുകയാണ് KN പണിക്കർ. എന്ന് മാത്രമല്ല ടുവേർഡ്സ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു ICHRന്. ആ പ്രൊജക്റ്റിൽ 1940 സമ്പൂർണ്ണ രേഖകൾ, ആ 40 രേഖകൾ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ, കർഷകരുടെ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ, അതുപോലെ തന്നെ ദളിതരുടെ, ആദിവാസികളുടെയൊക്കെ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്ന രേഖകളുടെ സമുച്ചയമാണ്. വലിയ വൊളൂമിനസ് വർക്കാണ്. അത് പബ്ലിഷ് ചെയ്യേണ്ടെന്ന് തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ ഒരു ചരിത്രകാരൻ കൂടെ അന്ന് ICHRൻ്റെ മെമ്പർ സെക്രട്ടറി ആയിട്ടുണ്ട് നമ്മുടെ MGS നാരായണൻ. അദ്ദേഹം പറയുകയാണ് 2 കോടി വേസ്റ്റാക്കി എന്ന് പറഞ്ഞ് മുരളി മനോഹർ ജോഷിക്കൊക്കെ ആ അർത്ഥത്തിൽ ഇടപെടാനുള്ള അവസരം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഞാൻ പണിക്കർ സാർ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തനാക്കുന്നത്. അപ്പം ഈ ബാബരി മസ്ജിദ് വിഷയം കൊടുമ്പിരി കൊണ്ട സമയത്താണ് 90ലാണ് MGS നാരായണൻ എന്ന് പറയുന്ന എൻ്റെ അധ്യാപകൻ കൂടിയായിട്ടുള്ള ഖ്യാതനായ ചരിത്രകാരൻ സത്യമേറെ അകലെയാണ് എന്ന് പറയുന്ന മാതൃഭൂമി ലേഖനം എഴുതുന്നത്. അതേസമയം പണിക്കർ സാറ് 977 മുതൽ നീണ്ട 1/2 നൂറ്റാണ്ട് കാലം നിരന്തരമായിട്ട് ഈ കൂട്ടർക്കെതിരായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവന് വരെ അപകടത്തിലായിരുന്നു. അദ്ദേഹത്തിന് ലഭ്യമായിരുന്ന പല പോസ്റ്റുകളും തെറിപ്പിക്കാൻ നോക്കി. അതുകൊണ്ടൊന്നും ഫലമില്ലാതെ അവസാനം അരുൺ ഷൂറി എമിനൻ്റ് ഹിസ്റ്റോറിയൻസ് എന്ന് പറഞ്ഞിട്ട്
ഏഷ്യൻ ഏജ് എന്ന് പറയുന്ന എം ജെ അക്ബറിൻ്റെ മാഗസിനിൽ നിരന്തരമായിട്ട് പണിക്കരെയും താപ്പറയും അവരെയൊക്കെ ഇവർ വിളിച്ചിട്ടുന്ന ഒരു കോമൺ ടേം എന്ന് പറയുന്നത് ദി പ്രൊജനീസ് ഓഫ് മാർക്സ്, മെക്കാളെ ആൻഡ് മദ്രസ എന്നാണ്. മാർക്സിൻ്റെയും മെക്കാളയുടെയും മദ്രസയുടെയും സന്തതികളാണ് പണിക്കർ, താപ്പർ, ബിപിൻ ചന്ദ്ര തുടങ്ങിയ അക്കാദമിക ചരിത്രകാരൻ. അതാണ് പിന്നീട് ഷുറിയുടെ ആ ലേഖന സമാഹാരമാണ് എമിനൻറ്റ് ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്ന പേരിൽ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പണിക്കരൊക്കെ ഒരു പക്ഷേ മറ്റേ നമ്മുടെ ഗൗരി ലങ്കേഷിൻ്റെയും ദഭോൽക്കറുടെയൊക്കെ ലിസ്റ്റിൽ പെടാമായിരുന്നു ഒരു 40 കൊല്ലം 30 കൊല്ലം മുമ്പ് തന്നെ. ആ രീതിയിൽ അവർ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം, ഈ സഞ്ജയ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ചരിത്രകാരൻ പറയുന്ന പോലെ ഈ കൂട്ടർക്ക് ഒരു ഇൻ്റലക്ച്വൽ ഡെഫിസിറ്റ് ഉണ്ടല്ലോ, ഒരു ബൗദ്ധിക കമ്മിയുള്ള കൂട്ടരാണല്ലോ സംഘപരിവാർ. പക്ഷെ ആ കമ്മി ഉള്ളവർ തീർച്ചയായിട്ടും അത് കൂടുതലുള്ളവരോട് അസൂയ ഉണ്ടാവും, അപകടകാരിയായിട്ട് അവർ തിരിച്ചറിയും. അതുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ട്, നേരത്തെയും നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് പണിക്കരെ പോലെയുള്ള ഒരു ചരിത്രകാരൻ ഒരു പൊതുബുദ്ധിജീവിയായിട്ട് നീണ്ട 50 കൊല്ലം നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഈ പറയുന്ന ഇപ്പം പണിക്കർ ചെയ്ത വേറൊരു വലിയ സേവനം എന്ന് പറയുന്നത് എപ്പോഴൊക്കെ 77 മുതൽ എപ്പോഴൊക്കെ നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങളെ വക്രീകരിക്കാൻ ശ്രമിച്ചു അപ്പോഴൊക്കെ തന്നെ പണിക്കർ രംഗത്ത് വരുന്നുണ്ട്, നിരന്തരമായി എഴുതുന്നുണ്ട്. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബാക്കിയുള്ള ചരിത്രകാരന്മാരുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ പണിക്കർ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ക്ലാസ് റൂമിനകത്തല്ല, സ്ട്രീറ്റിലാണ്, പൊതുമണ്ഡലത്തിലാണ്. ഏറ്റവും കൂടുതൽ എഴുതിയത് അക്കാഡമിക് ജേർണൽസിലല്ല, മറിച്ച് ഈ പറയുന്ന പോലെ ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലും അതുപോലെയുള്ള ദേശാഭിമാനിയിലും അല്ലെങ്കിൽ മാതൃഭൂമിയിലൊക്കെയാണ്. അതായിരുന്നു പണിക്കർ സാറെ മറ്റ് അക്കാദമിക പണ്ഡിതന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കിയിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഈ എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് അവസാനിപ്പിക്കുമ്പോൾ ആ പുസ്തകം കൺക്ലൂഡ് ചെയ്യുമ്പം പണിക്കർ സാർ പറയുന്നുണ്ട്, മലബാർ റെബല്യൺ വാസ് നോട്ട് ഇൻട്രിൻസിക്കലി കമ്മ്യൂണൽ. സത്താപരമായിട്ട് മലബാർ കലാപം വർഗീയമായിരുന്നില്ല. ബട്ട് ഇറ്റ്സ് റെപ്പർക്കഷൻസ് വേർ സോ. പക്ഷേ അതിൻ്റെ അനന്തരഫലങ്ങൾ വർഗീയമായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചാണ് ഞാൻ എൻ്റെ ചെറിയ ഇടപെടലുകളെ ഈ മേഖലയിൽ നടത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് അന്നത്തെ കാലത്ത് നമ്മുടെ മലയാള പത്രങ്ങൾ മലബാർ കലാപത്തെ കവറിങ് റെബല്യൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇദ്ദേഹം പറയുന്നത്, പണിക്കർ പറഞ്ഞ സത്താപരമായിട്ട് മലബാർ കലാപം വർഗീയമായിരുന്നില്ല, പക്ഷേ അതിൻ്റെ അനന്തരഫലങ്ങൾ വർഗീയമായിരുന്നു എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല.